വിദ്യാർത്ഥി പ്രക്ഷോഭം ഏതു വിധേനയും അവസാനിപ്പിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് കേന്ദ്രം. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലല്ലാതെ തന്നെ വിഷയം പരിഹരിക്കാനാണ് ശ്രമം. ചോദ്യപേപ്പർ ചോർച്ചാ കേസുകളിൽ ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിച്ചും കുറ്റക്കാർക്കെതിരെ കർശന ശിക്ഷ ഉറപ്പാക്കുന്ന വിധത്തിൽ നിയമം നിർമ്മിച്ചും വിദ്യാർത്ഥി സമരം തണുപ്പിക്കാനാണ് കേന്ദ്രത്തിന്റെ ശ്രമം. സായ് കുമാർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരും. സായി, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ വർഷം ഇതാദ്യമായിട്ടല്ല നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ക്രമക്കേട് ആരോപണങ്ങൾ ഉണ്ടാകുന്നത്. കഴിഞ്ഞ വർഷവും അത് ഒരാളിലേക്ക് ചുരുക്കാനുള്ള ശ്രമങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഈ വർഷം വലിയ ലീക്ക് ഉണ്ടാകുന്നു, പ്രതിഷേധമുണ്ടാകുന്നു, 10-20 കുഞ്ഞുങ്ങൾ ഇല്ലാതെ പോകുന്നു. ശേഷം 1.5 മാസക്കാലം ഈ സംവിധാനം അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഈ പ്രക്ഷോഭങ്ങൾക്കെല്ലാം ശേഷം എടുക്കേണ്ട തീരുമാനം മാത്രമാണോ ഈ ഫാസ്റ്റ് ട്രാക്ക് കോടതി അടക്കമുള്ള സംവിധാനങ്ങൾ മരിച്ചു പോകുന്ന ആളുകൾക്ക് നഷ്ടപരിഹാരം എന്നുള്ളത്? തീർച്ചയായും മാധു, ഇന്നിപ്പോൾ CJPയുടെ നേതാവായ അഭിജിത് ദീപ് ചോദിച്ച അല്ലെങ്കിൽ പറഞ്ഞ കാര്യവും അതുതന്നെയാണ്. ഇന്നലെ അർദ്ധരാത്രി വളരെ പെട്ടെന്ന് വീഡിയോ സന്ദേശത്തിലൂടെ പ്രധാനമന്ത്രി തന്നെ ഒരു വലിയ തീരുമാനം എന്നുള്ള രീതിയിൽ ഇക്കാര്യങ്ങൾ പറയുകയാണ്. കേന്ദ്രം ഇതാ അതിൽ ഇടപെട്ടിരിക്കുന്നു. ഇനി ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടാകില്ല, കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകും, അതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതികളടക്കം സ്ഥാപിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ അത്തരം തീരുമാനങ്ങളിലേക്ക് പോവുകയാണ് എന്നുള്ള. അപ്പോൾ ഇത് ഈ ഒരു പ്രതിഷേധം തുടങ്ങിയതിന് ശേഷം മാത്രം എടുക്കേണ്ട ഒരു തീരുമാനമാണോ എന്നുള്ളതാണ് ഇപ്പോൾ രാജ്യത്ത് നിന്ന് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇത്ര നാൾ എവിടെയായിരുന്നു പ്രധാനമന്ത്രി? അദ്ദേഹം ഉറങ്ങുകയായിരുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കളിൽ നിന്നടക്കം ഉയരുകയും ചെയ്തത്. ഈ ഒരു സമരം ഇതൊരു ഇരുതല മൂർച്ചയുള്ള വാളാണ് എന്ന് കേന്ദ്രം മനസ്സിലാക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, രാജ്യത്തെ വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ സമരമുഖത്തേക്ക് ഇറങ്ങുക എന്നുള്ളത് അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ രാജ്യത്തെ നോക്കുന്നതിനും ഇവിടുത്തെ സംഭവങ്ങൾ നിരീക്ഷിക്കുന്നതിനുമൊക്കെ കാരണമാകുന്ന ഒരു സമരമായി കാരണം. അതുകൊണ്ട് അതിൻ്റെ കാഠിന്യം അത് വലുതാണ് എന്ന് കേന്ദ്രം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏതു വിധേനയും അത് അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വരുന്നത്. അപ്പോഴും കേന്ദ്രമന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഒഴിവാക്കാൻ കേന്ദ്രം പരിശ്രമിക്കുന്നുണ്ട്. രാജിയിലേക്ക് അവർ പോകുമെന്ന് ഇപ്പോഴും നമുക്ക് പറയാൻ കഴിയില്ല. ഇന്നത്തെ ചർച്ചയിൽ പോലും അക്കാര്യത്തിലൊരു തീരുമാനം കേന്ദ്രമന്ത്രിമാർ പറഞ്ഞിട്ടില്ല. അത് രാജിവെച്ചാൽ അത് അങ്ങനെ ഒരു വീഴ്ച സമ്മതിക്കലായി മാറും, അതൊരു കീഴ്വഴക്കമായി മാറുമെന്ന് കേന്ദ്രം ഭയപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു കീഴടങ്ങൽ കേന്ദ്രം ഉദ്ദേശിക്കുന്നുമില്ല. മറിച്ച് ഈ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ ചില കർശനമായ നടപടികൾ എടുത്തു എന്ന് കാണിച്ചുകൊണ്ട് ഈ സമരം തണുപ്പിക്കാനാണ്. അതിനാണ് ഇന്നിപ്പോൾ കേന്ദ്ര മന്ത്രിസഭാ യോഗം അടക്കം ചേർന്ന് ഒരു നിയമനിർമ്മാണത്തിലേക്കടക്കം പോകാനുള്ള തീരുമാനത്തിലേക്ക് വന്ന് അതിപ്പോൾ തിങ്കളാഴ്ച തന്നെ പാർലമെന്റ് പരിഗണനയിലേക്ക് വരികയും ചെയ്യും. അതിൽ പറയുന്നത് കർശനമായ ശിക്ഷാ നടപടികൾ ഉറപ്പാക്കും എന്നാണ്. ചോർച്ച മാഫിയകളെയും തട്ടിപ്പുകാരെയും അടിച്ചമർത്താൻ കടുത്ത ശിക്ഷയും പിഴയും വ്യവസ്ഥ ചെയ്യുന്ന രീതിയിലാണ് ആ ബില്ല് ഇപ്പോൾ വരുന്നത്. മാധവ്.